കോവളത്തിനടുത്ത് വിഴിഞ്ഞത്തെ മനോഹരമായ ആഴിമല എന്ന ഗ്രാമത്തിൽ ദിവ്യത്വത്തിൻ്റെയും പ്രകൃതിയുടെയും ഒരു അദ്വിതീയ സംയോജനം കാണാം. മനോഹരമായ കടൽത്തീരവും പച്ചപ്പും സഞ്ചാരികളെ ആകർഷിക്കുമ്പോൾ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ആഴിമല ശിവക്ഷേത്രം ഈ സ്ഥലത്തിന് ഒരു നിഗൂഢ സ്പർശം നൽകുന്നു. കടലിനോട് ചേർന്നുള്ള ഒരു പാറക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പുരാതനമായ ഒന്നാണ്. അത് മുഴുവൻ പ്രദേശത്തെയും ഒരു ഭക്തിനിർഭരമായ പ്രഭാവലയത്താൽ മൂടുന്നു. കടലിനും വലിയ പാറക്കെട്ടുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ആഴിമല ശിവക്ഷേത്രത്തിന് അങ്ങനെ പേര് ലഭിച്ചത്. ഇതിൻ്റെ യഥാർത്ഥ പേര് ആഴിമല പുളിങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ കാണാം. കോൺക്രീറ്റിൽ നിർമ്മിച്ച ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശിവന്റെ 58 അടി ഉയരമുള്ള പ്രതിമയ്ക്ക് ഈ ക്ഷേത്രം പ്രശസ്തമാണ്. കാറ്റിൽ ഒഴുകുന്ന ശിവന്റെ മുടിയും ഗംഗാദേവിയെ പിടിച്ചു നിൽക്കുന്ന കൂറ്റൻ ഘടനയ്ക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന് ഒരു മനോഹരമായ ആകർഷണവും നൽകുന്നു. ആഴിമല സ്വദേശിയായ ഒരു കലാകാരൻ PS ദേവദത്തനാണ് ഈ ശില്പം സൃഷ്ടിച്ചത്. 6 വർഷം കൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചത്. 2021 ഡിസംബർ 31 ഇത് പൂർത്തിയായത്. ഗംഗാദേവിയെ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. ശില്പത്തിൻ്റെ പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലത് തുടയിലും പിന്നിലെ ഇടത് കൈയിൽ തൃശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ്. 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന. ശില്പത്തിൻ്റെ ഓരോ ഭാഗവും അത്രയും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത പോലെ തോന്നിപ്പോകാം. അതിൻ്റെ സങ്കീർണമായ വിശദാംശങ്ങളും 3D ഘടനയും പ്രകൃതി സ്നേഹികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ കാണേണ്ട സ്ഥലമാക്കി മാറ്റുന്നു. അധികമാരും ശ്രദ്ധിക്കാതെ വലിയ പ്രാധാന്യമില്ലാതിരുന്ന ഈ ക്ഷേത്രത്തിന് ഈ ഒരു ശില്പം ലോകശ്രദ്ധ നേടിക്കൊടുക്കുകയും ഒരുപാട് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കാനും കഴിഞ്ഞു. പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ്സിരുന്നു എന്നാണ് ഐതിഹ്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് എത്തുന്നത്. ഇതോടെയാണ് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടിലേക്ക് ആഴിമലയെ കൂടി സർക്കാർ ഉൾപ്പെടുത്തി. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് പാണ്ഡവരുമായി പുരാണ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രാദേശിക വിശ്വാസമനുസരിച്ച് ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ 5 സഹോദരന്മാരായ പാണ്ഡവർ അവരുടെ വനവാസകാലത്ത് കുറച്ചുകാലം ചെലവഴിച്ച സ്ഥലമായിരുന്നു ഇത്. ഒരിക്കൽ പാണ്ഡവരുടെ ഭാര്യയായ ദ്രൗപദിക്ക് ദാഹം തോന്നിയപ്പോൾ ചുറ്റും ഉപ്പുവെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാണ്ഡവരിൽ ഒരാളായ ഭീമസേനൻ ഉടൻ തന്നെ ഒരു പാറയിൽ ശക്തിയായി അടിക്കുകയും അവിടെ ഒരു കുഴി രൂപപ്പെടുകയും അതിൽ നിന്നും ഒരു നീരുറവ പുറത്തേക്ക് ഒഴുകി ദ്രൗപദിയുടെ ദാഹം ശമിപ്പിക്കാൻ സഹായിച്ചു എന്നാണ് ഐതിഹ്യം. AD 8-ാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം പാണ്ഡ്യ രാജവംശത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ശിവനെ പരമോന്നത ദൈവമായി ആരാധിക്കുന്ന ഹിന്ദുമതത്തിലെ ഒരു വിഭാഗമായ ശൈവമതത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായും ഇത് കണക്കാക്കപ്പെടുന്നു.
ക്ഷേത്രത്തിൻ്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി, മഹാവിഷ്ണു, മുരുകൻ, അയ്യപ്പൻ, ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന പ്രതിഷ്ഠയായ ശിവന്റെയും മറ്റു ഉപദേവതകളുടെയും ശ്രീകോവിലുകൾ മനോഹരമായ കൊത്തുപണികൾ, ചുമർ ചിത്രങ്ങൾ എന്നിവയാൽ കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ 27 പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത്. മണ്ഡപത്തിൽ ശിവന്റെ ശയനശില്പം, അർദ്ധനാരീശ്വര ശില്പം, 9 നാട്യഭാവങ്ങൾ, ശിവരൂപത്തിന് താങ്ങി നിൽക്കുന്ന തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങൾ എന്നിവയും കൊത്തിവച്ചിട്ടുണ്ട്. ആഴിമല ശിവക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് നാരങ്ങ വിളക്ക്. ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ഇത് ആഘോഷിക്കപ്പെടുന്നു. ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിൽ വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും നടക്കുന്ന ആഴിമല ശിവക്ഷേത്രത്തിലെ ഒരു മഹത്തായ ആഘോഷമാണ് മഹാശിവരാത്രി ഉത്സവം. ക്ഷേത്രത്തിനും പ്രതിമയ്ക്കും പുറമെ ഇടതൂർന്ന വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കുന്നിൻ മുകളിലാണ് ആഴിമല സ്ഥിതി ചെയ്യുന്നത്. കടലിൻ്റെയും സമീപ ഗ്രാമങ്ങളുടെയും അതിശയിപ്പിക്കുന്ന പനോമിക് കാഴ്ച ഇത് പ്രദാനം ചെയ്യുന്നു. ശിവഗംഗ എന്നറിയപ്പെടുന്ന ശാന്തമായ ഒരു കുളവും ക്ഷേത്രത്തിനടുത്തുണ്ട്. ഇത് സ്ഥലത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നു.